ഹായ് വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ് ഡെയിലി ന്യൂസ് ഡെസ്ക്. ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. A judicial nudge following stuck legislative business. Let Giga countries not guesses shape Iran actions. How does Supreme Court's order affect Waqf law? EU and India partnership set for upgrade. ഓരോ ന്യൂസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. A judicial nudge following stuck legislative business. ഈ ഒരു ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ റീസെന്റ് ആയിട്ട് സുപ്രീം കോടതി എന്താണ് ഒരു ആർഗ്യുമെന്റ് കേൾക്കുന്നതാണ്. അതായത് ഗവർണർ ബില്ല് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് നൽകുന്ന ബില്ല് അസെൻഡ് ചെയ്യാതെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് റീസെന്റ് ആയിട്ട് ഒരു ഇഷ്യൂ ഉണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഈ ന്യൂസിൽ പറയുന്നത്. അതായത് കൃത്യമായിട്ടൊരു ടൈമിൽ, അതായത് സുപ്രീം കോടതി അസൈൻ ചെയ്ത് കൊടുത്ത ടൈം എത്രയാണ്? 3 മാസത്തിനുള്ളിൽ എന്താണ് ഗവർണർ ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും അസെന്റ് നൽകണം. അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ന്യൂസിൽ പറയുന്നത്. ഒരു 2 ജഡ്ജ് ബെഞ്ച് ലീഡ് ചെയ്ത് ആരായിരുന്നു? ജസ്റ്റിസ് GB പാർത്തിവാല. അദ്ദേഹം എന്താണ് ഒരു 3 മാസത്തെ ടൈം ലൈൻ നൽകിയിട്ടുണ്ടായിരുന്നു. ഗവർണർ ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ഈ ഒരു 3 മാസത്തിനുള്ളിൽ എന്താണ് ബില്ല് അസെൻഡ് ചെയ്ത് നൽകണം, അതിൽ കൂടുതൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് സ്പെസിഫൈ എനി ടൈം ലിമിറ്റ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ടൈം ലിമിറ്റ് പറയുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഗവൺമെന്റ് എന്താ പറയുന്നത്? ജുഡീഷ്യറി എന്താണ്? ജുഡീഷ്യറി കനോട്ട് ഡയറക്റ്റ് ഹൈ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ഇൻ ദിസ് മാനർ. ജുഡീഷ്യറിക്ക് എന്താണ് ഇങ്ങനെയുള്ള ഹൈ കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റീസിന് എന്താണ് ഈ പറഞ്ഞ അവരുടെ രീതിയിലുള്ള ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുമാണ് പറയുന്നത്. ഈ ന്യൂസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 200 എന്താണ് അസെന്റ് ടു ദ ബിൽ, വിത്ത്ഹോൾഡ് അസെന്റ്, റിട്ടേൺ ദ ബിൽ to the house for reconsideration, reserve the bill for the president consideration. അതായത് ഗവർണറിന്റെ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതുപോലെ വരുന്ന എന്താണ് ആർട്ടിക്കിൾ 163 എന്താണ് ഗവർണർ ആക്ട് as aid and advice of the council of ministers except in matters where the constitution specifically allow discretion. ആർട്ടിക്കിൾ 201 എന്താണ് പറയുന്നത്? പ്രൊസീജിയർ when a bill is reserved for president's consideration. ആർട്ടിക്കിൾ 355 എന്താ പറയുന്നത്? ഡ്യൂട്ടി ഓഫ് ദ യൂണിയൻ ടു എൻഷുർ ദാറ്റ് ദ ഗവൺമെന്റ് ഓഫ് എവറി സ്റ്റേറ്റ് ഈസ് ക്യാരിഡ് ഓൺ ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ആർട്ടിക്കിളൊക്കെയാണ് എന്താണ് ഈ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ട ആർട്ടിക്കിൾസ്. നമുക്ക് ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ നോക്കുകയാണെങ്കിൽ 1974 ഷംഷേർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. ഈ ഒരു കേസിൽ എന്താണ് ഗവർണർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആണ്. അതുകൊണ്ട് എന്താണ് മസ്റ്റ് ആക്ട് ഓൺ ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നാണ് ഇവിടുത്തെ വിധി വന്നത്. നബാം റൈബ വിസസ് ഡെപ്യൂട്ടി സ്പീക്കർ 2016 ഇതിൽ എന്താണ് അതായത് ഗവർണേഴ്സ് ലിമിറ്റഡ് ഡിസ്ക്രിഷണറി പവേഴ്സിനെ പറ്റിയിട്ട്. സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വിസസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ഗവർണർ 2023 ഇതിൽ എന്താ പറയുന്നത്? സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് വിസസ് ദ ഗവർണർ ഓഫ് തമിഴ്നാട് ആൻഡ് ആന്ധ്ര 2025 ഇവിടെ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് പറയുന്നത്. ഇതിൽ എന്താണ് പറയുന്നത്? കനോട്ട് ഇൻഡെഫിനിറ്റ്ലി വിത്ത്ഹോൾഡ് അസെന്റ്. അതുപോലെ എന്താണ് ആക്ട് ആസ് എ സൂപ്പർ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആയിട്ട് ഗവർണർ ആക്ട് ചെയ്യണം. കോർട്ട് എന്താണ് ഒരു 3 month ടൈം ലിമിറ്റ് പറയുന്നുണ്ട്. ഇതെന്താണ് അതായത് ടു പ്രിവെന്റ്, എന്ത് പ്രിവെന്റ് ചെയ്യാനാണ്? ലെജിസ്ലേറ്റീവ് പാരാലിസിസ് എന്താണ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മീഷൻ നോക്കുകയാണെങ്കിൽ സർക്കാരിയ കമ്മീഷൻ ആൻഡ് പഞ്ച് കമ്മീഷൻ, അതായത് എന്താണ് ഗവർണർ എന്താണ് നോർമലി ആക്ട് ഓൺ അഡ്വൈസ് ഓഫ് ദ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. എന്നാൽ ചില റെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സെപ്ഷണൽ കേസസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എന്താണ് ഡിസ്ക്രിഷണറി പവർ യൂസ് ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഒരു ബില്ല് എന്താണ് പേറ്റന്റ്ലി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. ഈ ഒരു കണ്ടീഷനിലൊക്കെ എന്താണ് ഡിസ്ക്രിഷണറി പവർ യൂസ് ചെയ്യാം. ഒരു കീ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾസ് നോക്കുകയാണെങ്കിൽ എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 സെക്ഷൻ 75 എന്താണ് ഗവർണറിന് എന്താണ് ഗിവ് ഡിസ്ക്രിഷൻ ടു ഗവർണേഴ്സ്. അതുപോലെ എന്താണ് ആർട്ടിക്കിൾ 200 എന്താ പറയുന്നത്? ഡെലിബറേറ്റ്ലി ഒമിറ്റ്സ് ദ ഫ്രേസ് ഇൻ ഹിസ് ഡിസ്ക്രിഷൻ. അതെന്താണ് ക്ലിയർലി ഇന്ത്യൻ ദ ഗവർണർ ആസ് നോ ഇൻഡിപെൻഡന്റ് ഡിസ്ക്രിഷൻ. എന്താണ് ഗവർണർക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിസ്ക്രിഷൻ ഇല്ല എന്നാണ് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് സുപ്രീം കോർട്ട്സ് മൂവ് നോക്കുകയാണെങ്കിൽ എന്താണ് ഫിൽസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ വാക്കം. അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാക്കം എന്താണ് ഫിൽ ചെയ്യാനാണ് ഇവിടെ സുപ്രീം കോടതി നോക്കുന്നത്. ഡ്യൂ ടു ഗവർണർ സിറ്റിംഗ് ഓൺ ബിൽസ് ഫോർ ഇയേഴ്സ്. അതായത് ഗവർണർ ഈ പറഞ്ഞ പോലെ ബിൽസ് കുറെ വർഷമായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിന്റെ ആ ഒരു വാക്കം ഫിൽ ചെയ്യുക. അതാണ് സുപ്രീം കോടതി
ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദോ നോ എക്സ്പ്ലിസിറ്റ് ടൈം ലിമിറ്റ്, ഒരു എക്സ്പ്ലിസിറ്റ് ടൈം ലിമിറ്റ് കാര്യങ്ങളില്ല. അതുപോലെ എന്താണ്, സുപ്രീം കോടതി ഹാസ് യൂസ്ഡ് ഇറ്റ്സ് പവർ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ടു അപ്ഹോൾഡ് ഫെഡറലിസം ആൻഡ് ലെജിസ്ലേറ്റീവ് ഫങ്ഷനിങ്. അതുപോലെ എന്താ, കുഡ് ബി സീൻ ആസ് ജുഡീഷ്യൽ ഇന്നോവേഷൻ നോട്ട് അമെൻമെന്റ്. അതായത് അമെൻമെന്റ് ഇതിൽ വന്നിട്ടില്ല. സിമിലർ ടു ഹൗ ആർട്ടിക്കിൾ 21 വാസ് എക്സ്പെൻഡഡ് ഇൻ മനേക ഗാന്ധി കേസ് 1978. ഈ ന്യൂസിന്റെ റിലവൻസ് UPSC നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിനകത്ത് എന്താ സ്ട്രക്ചർ, ഫംഗ്ഷനിങ്, പവേഴ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിലെന്താണ് പൊളിറ്റി ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ പ്രിലിംസിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ എസ്സേയിൽ, ഇന്റർവ്യൂസിലൊക്കെ എന്താണ് ഗവൺമെന്റ് റോള്, സ്റ്റേറ്റ് റിലേഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യനോട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ലെറ്റ് ഗീഗർ കൺട്രീസ് നോട്ട് ഗെസ്സസ് ഷേപ്പ് ഇറാൻ ആക്ഷൻസ്. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ, അതായത് ഫോർഡോയിൽ ഇറാന്റെ അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ സൈറ്റ് ആണ്. ഇവിടെ US എന്താണ് അറ്റാക്ക് ചെയ്തു. അപ്പൊ എന്താണ് ഈ 3 നേഷൻസ്, അതായത് ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ പോലുള്ള ഈ 3 നേഷൻസ് എന്താണ് ഓഗസ്റ്റ് 2025 ഒരു സ്നാപ്ബാക്ക് മെക്കാനിസം യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സ്നാപ്ബാക്ക് മെക്കാനിസം കൊണ്ടുവരികയാണെങ്കിൽ എന്താണ് UN ഇറാന്റെ മേലിൽ എന്താണ് സാങ്ഷൻസ് കൊണ്ടുവരും. 2015 ന്യൂക്ലിയർ ഡീല് കൃത്യമായിട്ട് പാലിക്കാത്തതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ഒരു സ്നാപ്ബാക്ക് മെക്കാനിസം കൊണ്ടുവരികയും അത് കൊണ്ടുവന്നാൽ UN ഇറാന്റെ മേലിൽ എന്താണ് സാങ്ഷൻസ് ഏർപ്പെടുത്തേണ്ടി വരും. ഇങ്ങനെ സാങ്ഷൻസ് ഏർപ്പെടുത്തിയാൽ എന്താണ് ഗ്ലോബലി എന്താണ് ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റിസ്കിലേക്കാണ് പോകുന്നത്. എസ്പെഷ്യലി ആർക്ക് ഇന്ത്യക്കും ഇത് ബാധിക്കും. അതാണ് ഈ ന്യൂസിൽ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇഫ് സ്നാപ്ബാക്ക് കംപ്ലീറ്റ്സ്, അതായത് സ്നാപ്ബാക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇപ്പൊ UN ഓൾഡ് മെഷേഴ്സ് റീസ്റ്റോർ ചെയ്യേണ്ടി വരും. അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഹാൾട്ടിങ് എൻറിച്ച്മെന്റ് ഹോൾട്ട് ചെയ്യേണ്ടി വരും, ആംസ് കൺട്രോളിങ് വരും, അതുപോലെ റെസ്ട്രിക്റ്റിംഗ് ഫിനാൻസ് ആൻഡ് ഷിപ്പിംഗ്, ഇതൊക്കെ എന്താണ് റെസ്ട്രിക്ഷൻ വരും. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡിവിജ്വൽസിനെ എന്താണ് ഗ്ലോബലി ക്രിമിനൽസ് ആയിട്ടായിരിക്കും കണക്കാക്കുക. ഇനി ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ റിയാക്ഷൻ, ഈ ഒരു സ്നാപ്ബാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിയാക്ഷൻ എന്താന്ന് വെച്ചാൽ, ഇറാൻ എന്താണ് പറയുന്നത്, ഇത് അൺലോഫുൾ ആണെന്നാണ് പറയുന്നത്. US എന്താണ് സീസ് ഇറ്റ് ആസ് ദ ടെസ്റ്റ് ഓഫ് നോൺ പ്രോലിഫറേഷൻ എന്നാണ്. യൂറോപ്പ് പറയുന്നത് എന്താണ് ടെസ്റ്റ് ഓഫ് മൾട്ടിലാറ്ററിസം എന്ന്. റഷ്യ, ചൈന എന്താണ് സീക്ക് ഡിലേ ആൻഡ് ലിവറേജ്. ഇസ്രായേൽ ആൻഡ് ഗൾഫ് സ്റ്റേറ്റ്സ് ഒക്കെ പറയുന്നത് എന്താണ് മിലിറ്ററി ഓപ്ഷൻസ് വരുവാണെങ്കിൽ എന്താണ് യുദ്ധം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓയിൽ ഇമ്പോർട്ടേഴ്സ്, ബാങ്ക്സ്, ഷിപ്പിംഗ് ഫേംസ് ഒക്കെ പറയുന്നത് എന്താണ് വാച്ച് ഫോർ പ്രൈസ് വോളറ്റാലിറ്റി ആൻഡ് റിസ്ക് എക്സ്പ്ലോഷർ. റോൾ ഓഫ് IAEA വെരിഫിക്കേഷൻ. IAEA എന്ന് വെച്ചാൽ എന്താണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ആണ്. ഇവരാണ് എന്താണ് ഈ അറ്റോമിക് ന്യൂക്ലിയർ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്നത്. അതായത് ഇവരുമായിട്ടുള്ള ഈ ഒരു ഏജൻസിയുമായിട്ടുള്ള കണക്ഷൻ ഇറാന്റെ പാർലമെന്റ് കർട്ടയിൽ ചെയ്തു. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താണ് ഈ ഏജൻസിയുടെ ഇൻസ്പെക്ടർ ഇറാനിൽ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ പോയത് വഴി എന്താണ് ഈ ഫ്യൂവൽ സ്പെക്കുലേഷൻ, അതിന്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എന്താണ് കൂടി. അതായത് ഫ്യൂവല് വെരിഫൈ ചെയ്യുന്നതിന്റെ ഒക്കെ ഗ്യാപ്പ് കൂടുകയും ചെയ്തു. അതെന്താണ് ഗ്ലോബലി ടെൻഷൻ ആണ് കൂട്ടിയത്. ഇറാന്റെ ഫിയർ എന്താന്ന് വെച്ചാൽ, അതായത് ഈ ഒരു ഏജൻസി എന്താണ് ഇവരുടെ ഇൻഫോ വെച്ചിട്ട് അവിടെ എന്താണ് സ്ട്രൈക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഇറാന്റെ ഫിയർ. അതായത് പാസ്റ്റ് എക്സാമ്പിൾ ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. പാസ്റ്റ് എന്താണ് ഇസ്രായേൽ US അറ്റാക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുപോലെ ഇറാനിയൻ ലെജിസ്ലേറ്റേഴ്സ് എന്താണ് നോൺ പോളിഫറേഷൻ ട്രീറ്റിയിൽ നിന്ന് വിഡ്രോ ആകുവാണെങ്കിൽ, അങ്ങനെ വിഡ്രോ ചെയ്താൽ എന്താണ് ഏജൻസിക്ക് എന്താണ് ഇവരുമായിട്ടുള്ള ലീഗൽ ഇൻസ്പെക്ഷൻ ഒക്കെ അവിടെ എന്താണ് സ്റ്റോപ്പ് ആവുകയാണ്. ഇനി ഇന്ത്യയുടെ സ്റ്റേക്സ് നോക്കുകയാണെങ്കിൽ, എനർജി സെക്യൂരിറ്റി നോക്കുകയാണെങ്കിൽ എന്താണ് ഓയിൽ ഫ്ലോസ് ത്രൂ ദ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് മസ്റ്റ് കണ്ടിന്യൂ. ഡയസ്പോറ സേഫ്റ്റി നോക്കുകയാണെങ്കിൽ എന്താണ് ഓവർ 8 മില്യൺ ഇന്ത്യൻസ് ലീവ് ഇൻ വെസ്റ്റ് ഏഷ്യ. റീജിയണൽ സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ എസെൻഷ്യൽ ഫോർ ഇന്ത്യസ് എക്സ്റ്റെൻഡഡ് നെയ്ബർഹുഡ്. ഗ്ലോബൽ റോൾ നോക്കുകയാണെങ്കിൽ ആസ് എ മെമ്പർ ഓഫ് IAEA ബോർഡ് ആൻഡ് പാർട്ട് ഓഫ് SCO ആൻഡ് BRICS. ഇന്ത്യ ക്യാൻ ആക്ട് ആസ് എ ബ്രിഡ്ജ്. ഓക്കെ, ഇതാണ് ഇന്ത്യയുടെ ഒരു സ്റ്റേക്സ് എന്ന് വെച്ചാൽ. പോസിബിൾ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ ഇതിൽ എന്താന്ന് വെച്ചാൽ, ഇന്ത്യക്ക് എന്താണ് ഇറാൻ എന്ന് പറയുന്നത് ഇപ്പം SCO അല്ലെങ്കിൽ BRICSലൊക്കെ എന്താണ് അംഗമാണ്. അപ്പൊ അതുവഴി IAEAയുടെ ഒരു റീസ്റ്റോറേഷന്റെ ആക്സസ്, ഒരു റീസ്റ്റോറേഷൻ ചെയ്യാനായിട്ട് ഇന്ത്യക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു ടെക്നിക്കൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്താണ് IAEA സർട്ടിഫൈഡ് ആയിട്ടുള്ള താരാപൂർ ഫെസിലിറ്റി, താരാപൂരിൽ ഇവരുടെ ഇറാന്റെ സാമ്പിൾസും കാര്യങ്ങളൊക്കെ, ന്യൂക്ലിയർ സാമ്പിൾസും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള
ചാൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ സിംബോളിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, എന്തിനാണ് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു പീസ്ഫുൾ റീസൊല്യൂഷൻ ആണ് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത്. നാരോ വിൻഡോ ഫോർ ഡിപ്ലോമസി, അതായത് എന്താ, ഇറാൻ എന്താ അലോ ചെയ്യാണ് IAEAക്ക് എന്താണ് മോണിറ്റർ ചെയ്യാൻ, ബുഷ്ലർ റീഫില്ലിങ് മോണിറ്റർ ചെയ്യാനായിട്ട് അലോ ചെയ്തിട്ടുണ്ട്. അതുപോലെ 2025 സെപ്റ്റംബർ 9 എന്താണ്, ഇറാൻ ആൻഡ് IAEA എന്താണ് കൈറോ എഗ്രിമെന്റ് എന്താണ് സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ E3 എന്താണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു എഗ്രിമെന്റ് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാണ്, ഈ ബോംബ് ചെയ്തിട്ടുള്ള സൈറ്റുകളിലും എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് E3 ഈ പറഞ്ഞ സ്നാപ്പ് ബാക്ക് പോസ് ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ എന്താണ് ക്രൈസിസ് ടുവേർഡ് സാങ്ഷൻ, സ്റ്റാൻഡ് ഓഫ് ആൻഡ് മിലിറ്ററി എസ്കലേഷൻസ്. UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2ലും 3ലും ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു ഭാഗങ്ങളൊക്കെ നോക്കുക. അതുപോലെ തന്നെ ഈ ന്യൂസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അടുത്ത ന്യൂസ് നോക്കാം. അടുത്ത ന്യൂസ് നോക്കാം. ഹൗ ഡസ് സുപ്രീം കോർട്ട്സ് ഓർഡർ അഫക്ട് വഖഫ് ലോ? ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ, സുപ്രീം കോടതി എന്താണ് ഈ ഒരു വഖഫ് ലോ എൻറ്റയർ ആയിട്ട് സസ്പെൻഡ് ചെയ്യാതെ ചില പ്രൊവിഷൻസ് എന്താണ് സ്റ്റേ ചെയ്തു. അത് എന്തൊക്കെ പ്രൊവിഷൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൊവിഷൻസ് സ്റ്റേ ചെയ്തത് വഴി എന്തൊക്കെയാണ്, അതായത് പ്രോപ്പർട്ടി റൈറ്റ്സ്, മൈനോറിറ്റി റൈറ്റ്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, ഇതിലൊക്കെ എന്താണ് വയലേഷൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അതിനെ പറ്റിയിട്ടാണ് ഈ ന്യൂസ് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ന്യൂസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ, ഈ വഖഫ് എന്ന് പറയുന്നത് ഒരു ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ആണ്, ഇസ്ലാമിക് ലോയുടെ അണ്ടറിൽ വരുന്നതാണ്. ഇതിനകത്ത് എന്താണ് റിലീജിയസ്, ഫിലാന്ത്രോപ്പിക് പർപ്പസ് ഒക്കെ ആയിട്ട്, അതായത് ചാരിറ്റി, റിലീജിയസ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ലാൻഡ് നൽകുന്നു, അതാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഈ ഒരു 2025 അമെൻമെന്റിൽ എന്താണ് ഗവൺമെന്റ് പറയുന്നത്, എൻഷുർ ചെയ്യുക ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, ബെറ്റർ മാനേജ്മെന്റ് ഒക്കെ എന്താണ് എൻഷുർ ചെയ്യാന്നാണ് പറയുന്നത്. എന്തൊക്കെ പെറ്റീഷൻസ് ആ ഫയൽ ചെയ്ത് നോക്കാം. അതായത് MPസും പൊളിറ്റിക്കൽ പാർട്ടീസുമാണ് ഫയൽ ചെയ്തിട്ടുള്ള പെറ്റീഷൻ. അതിനകത്ത് ആർട്ടിക്കിൾ 26 റൈറ്റ് ടു മാനേജ് റിലീജിയസ് അഫയേഴ്സും ആർട്ടിക്കിൾ 30 റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു മാനേജ് their ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ 2 ആർട്ടിക്കിൾ എന്താണ് വയലേറ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണമാണ് ഇവരെന്താണ് പെറ്റീഷൻ ഫയൽ ചെയ്തത്. ഓക്കെ, സുപ്രീം കോടതി ഈ വഖഫ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രൊവിഷൻസ് സ്റ്റേ ചെയ്തു. എന്തൊക്കെ പ്രൊവിഷൻസ് ആണ്? സെക്ഷൻ 3C. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ, ഡിസ്ട്രിക്ട് കളക്ടറിന് ഈ വഖഫ് ലാൻഡ് നേരത്തെ ഗവൺമെന്റ് ലാൻഡ് ആയിരുന്നോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള, ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം ഉണ്ടായിരുന്നു. ഇത് സ്റ്റേ ചെയ്തു. രണ്ടാമതായിട്ട് വരുന്നത് എന്താണ്, അതായത് ഈ ഒരു പ്രോപ്പർട്ടി, അതായത് ഗവൺമെന്റ് ഇപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു, ലാൻഡിന്റെ പേരിൽ ഒരു ഇഷ്യൂ വന്നപ്പോൾ അത് കളക്ടർ ഇതിൽ കേസ് നോക്കുകയാണ്. കേസ് നോക്കുന്ന സമയത്ത് ഈ വഖഫ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വഖഫിന്റെ കീഴിലാണ് ഇത് വന്നുകൊണ്ടിരുന്ന ലാൻഡ് എന്നുള്ള ടൈറ്റിൽ ഇതിൽ നിന്ന് മാറ്റുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു പ്രൊവിഷനും സ്റ്റേ ചെയ്തു. അതുപോലെ തന്നെ ഈ ലാൻഡ് ആർക്ക് കിട്ടണമെന്നായിരുന്നു, 5 വർഷമെങ്കിലും മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണ് ഇത് കൊടുക്കുക. അപ്പൊ ആ ഒരു ക്ലോസും സ്റ്റേ ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു കൗൺസിൽ നോക്കുകയാണെങ്കിൽ നോൺ മുസ്ലിം മെമ്പേഴ്സും ഉണ്ട്. സെൻട്രൽ വഖഫ് കൗൺസിൽ നോക്കുകയാണെങ്കിൽ 22 മെമ്പേഴ്സും മാക്സിമം 4 നോൺ മുസ്ലിം മെമ്പേഴ്സും. സ്റ്റേറ്റ് വഖഫ് ബോർഡ് ആണെങ്കിലോ 11 മെമ്പേഴ്സും മാക്സിമം 3 നോൺ മുസ്ലിംസും ആണ് വരുന്നത്. പ്രൊവിഷൻസ് അലൗഡ് ടു ഓപ്പറേറ്റ് നോക്കുകയാണെങ്കിൽ അബോളിഷൻ ഓഫ് വഖഫ് ബൈ യൂസർ, അതുപോലെ മാൻഡേറ്ററി രജിസ്ട്രേഷൻ ഓൺ സെൻട്രൽ ഡിജിറ്റൽ പോർട്ടൽ, ആപ്ലിക്കേഷൻ ഓഫ് ലിമിറ്റേഷൻ ആക്ട് 1963, only self-owned property can be made വഖഫ്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് നോക്കുകയാണെങ്കിൽ എന്താണ് ഈ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ 26ഉം 30ലുമാണ് പ്രധാനമായിട്ട് വയലേഷൻ നടന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഇഷ്യൂസ് റേസ് ആയിട്ടുള്ളത്. അതുപോലെ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, ഫ്രീഡം ഓഫ് റിലീജിയൻ, അതുപോലെ റൈറ്റ് ടു പ്രോപ്പർട്ടി, ഇതിലൊക്കെയാണ് ഈ ഒരു വഖഫ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഒക്കെ റേസ് ആയിട്ടുള്ളത്. ഇംപ്ലിക്കേഷൻസ് ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, mark judicial scrutiny of expanding state control over religious endowment. അതുപോലെ could shape the future framework of minority institutions governance. അതുപോലെ raise questions about executive overreach, religious freedom, property rights, secularism. The final judgment may recalibrate the autonomy regulation balance. ഈ ന്യൂസിന്റെ UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 ആണ് വരുന്നത്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 25 to 30 വരെയുള്ള ആർട്ടിക്കിൾസ്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. അതുപോലെ ഇതൊരു മെയിൻസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രാക്ടീസ് ചെയ്യാതുപോലെ ഈ ന്യൂസിന്റെ ഈ ഭാഗങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നെക്സ്റ്റ് ന്യൂസ്, EU ഇന്ത്യ പാർട്ട്ണർഷിപ്പ് സെറ്റ് ഫോർ അപ്ഗ്രേഡ്. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ, യൂറോപ്യൻ കമ്മീഷനും EU's ഹൈ റെപ്രസെന്റേറ്റീവും ചേർന്നിട്ട് എന്താണ് ബ്രുസൽസിൽ വെച്ചിട്ട് ഒരു അജണ്ട, ഒരു സ്ട്രാറ്റജിക് അജണ്ട അൺറിവീൽ ചെയ്യുകയാണ് ചെയ്തത്. അതായത് ന്യൂ സ്ട്രാറ്റജിക് EU ഇന്ത്യ അജണ്ട എന്നാണ് അതിന്റെ പേര്. ഇതെന്ന് വെച്ചാൽ ഇതുവഴി എന്താണ് EU
ഇന്ത്യയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് എലവേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ എന്താണ് ഈ നിലവിലുള്ള ജിയോ പൊളിറ്റിക്കൽ സർട്ടനിറ്റീസ് ഒക്കെ കുറയ്ക്കുക, ഇതൊക്കെയാണ്. അതായത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഈ ഓയിൽ പർച്ചേസ് കാര്യങ്ങളൊക്കെ എന്താണ് അവർ ടൈ ആണ്. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി എന്താണ് ഇയുവിന് കുറച്ച് കൺസേൺ ഉള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും ഇയു ഇന്ത്യയുമായിട്ട് എന്താണ് നല്ല രീതിയിലൊരു പാർട്ട്ണർഷിപ്പും ഒരു ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയൊക്കെ മാറ്റിക്കൊണ്ട് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ എന്താണ് ഇയു ഇന്ത്യ എന്താണ് ഇങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത്, ഒരു ക്രൂഷ്യൽ സ്ട്രാറ്റജിക് പാർട്ട്ണർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഏത് ഏരിയയിലൊക്കെ ട്രേഡ്, ടെക്നോളജി, സെക്യൂരിറ്റി, ഡിഫൻസ്, ക്ലൈമറ്റ് ചേഞ്ച്, ഇതിലൊക്കെ എന്താണ് ഇയു കൺസിഡർ ചെയ്യുന്ന ഇന്ത്യ എന്താണ് ക്രൂഷ്യൽ സ്ട്രാറ്റജിക് പാർട്ട്ണർ ആയിട്ടാണ്. ഈ ന്യൂ സ്ട്രാറ്റജിയുടെ കീ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ സ്ട്രെങ്തനിങ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ നോക്കുമ്പോൾ ഈ ഒരു അജണ്ട പ്രകാരം എന്താണ് ഡിഫൈനിങ് റിലേഷൻഷിപ്പ് ഓഫ് ദ 21st സെഞ്ചുറി എന്നാണ് പറയുന്നത്. അതുപോലെ എയിം ചെയ്യുന്നത് എന്താണ് അഡോപ്റ്റ് എ ജോയിന്റ് റോഡ് മാപ്പ് അറ്റ് ദ നെക്സ്റ്റ് EU ഇന്ത്യ സബ്മിറ്റ്. ട്രേഡ് ആൻഡ് എക്കണോമിക് എൻഗേജ്മെന്റിലാണെങ്കിൽ എന്താണ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ നെഗോഷിയേഷനും കാര്യങ്ങളൊക്കെ എന്താണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ എഗ്രിമെന്റ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ, ഇതിന്റെ എന്താണ് നെഗോഷിയേഷൻ നടക്കുകയാണ്. അതുപോലെ എന്താണ് ഇവരുടെ എന്താണ് പ്ലാൻ ടു ഡീപ്പൻ ടൈസ് ബിറ്റ്വീൻ ഡിഫൻസ് ഇൻഡസ്ട്രി ആയിട്ടുള്ള ടൈസ് ഒക്കെ എന്താണ് ഡീപ്പൻ ചെയ്യുക. റൂൾ ബേസ്ഡ് ഇന്റർനാഷണൽ ഓർഡർ നോക്കുകയാണെങ്കിൽ എന്താണ് EU ലിങ്കഡ് റൂൾ ബേസ്ഡ് ഇന്റർനാഷണൽ ഓർഡർ നോക്കുകയാണെങ്കിൽ എന്താണ് EU ലിങ്കഡ് ഡീപ്പർ ടൈസ് ടു ഇന്ത്യ സ്റ്റാൻഡ്സ് ഓൺ റഷ്യ. ഇതിലേക്ക് ഇന്ത്യസ് പാർട്ടിസിപ്പേഷൻ ഇൻ സബാർഡ് 2025 മിലിറ്ററി എക്സസ് അതുമായിട്ടുള്ള റഷ്യയുമായിട്ടുള്ള, അതുപോലെ എന്താണ് ലാർജ് സ്കെയിൽ പർച്ചേസ് ഓഫ് റഷ്യൻ ഓയിൽ. ഓക്കെ, അതുപോലെ ട്രേഡ് വാല്യൂസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യസ് ഹൈ അഗ്രികൾച്ചറൽ ടാരിഫ് ആൻഡ് നോൺ ടാരിഫ് ബാരിയേഴ്സ്. ജിയോ പൊളിറ്റിക്കൽ റേഷനിൽ നോക്കുകയാണെങ്കിൽ എന്താണ് എൻഗേജ് ഇന്ത്യ ടു പ്രിവെന്റ് ഇറ്റ് ഫ്രം ഡ്രിഫ്റ്റിംഗ് ക്ലോസർ ടു റഷ്യ ഓർ ചൈന. ബ്രോഡർ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ എന്താണ് പാർട്ട് ഓഫ് EU's ഇൻഡോ പസഫിക് ഔട്ട്റീച്ച്. അതുപോലെ എന്താ റിഫ്ലക്ട് ഇന്ത്യസ് റൈസിംഗ് പ്രൊഫൈൽ ആസ് എന്തായിട്ട് ബാലൻസിംഗ് പവർ ബിറ്റ്വീൻ എന്ത് വെസ്റ്റ് ആൻഡ് ഗ്ലോബൽ സൗത്ത്. ആൾസോ ഷോസ് സ്ട്രാറ്റജിക് ഡൈലീമ ഫോർ ദ EU, അഡ്വാൻസിംഗ് ടൈസ് വിത്ത് ഇന്ത്യ വിത്തൗട്ട് ഏലിനേറ്റിംഗ് ഇറ്റ്സ് ഓവർ ഇറ്റ്സ് ന്യൂട്രൽ സ്റ്റാൻഡ്സ് ഓൺ യുക്രൈൻ. ഈ ന്യൂസിന്റെ UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2-ലും 3-ലും ആണ് വരുന്നത്. GS പേപ്പർ 2-ൽ എന്താണ് ഇന്റർനാഷണൽ റിലേഷൻസ്, ഇന്ത്യ EU റിലേഷൻസ്, ഇന്ത്യസ് ഫോറിൻ പോളിസി, ബയലാറ്ററൽ ട്രേഡ്, അതിലാണ് വരുന്നത്. അതുപോലെ എന്താണ് GS പേപ്പർ 3-ലാണെങ്കിൽ എക്കണോമിക് ഡിപ്ലോമസി കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ ന്യൂസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ഓക്കെ, താങ്ക് യു.